മൈക്കിൾ കാരിക് ആയിരിക്കുമോ അടുത്ത യുണൈറ്റഡ് മാനേജർ? ബിക്കോസ് 5 games, 4 wins, 1 draw. You can't technically say that he doesn't deserve it. You can't, എന്താ പറയാ, യുണൈറ്റഡ് DNA ഉണ്ടെന്ന് യുണൈറ്റഡ് ഫാൻസ് പറയുന്നുണ്ട്. Third is in play already for United and for the top 4 chasing teams. ഇത് സെസ്കോ ഇസ് ബീങ് അവരെ സൂപ്പർ സബ് എന്ന പോലെ തന്നെയാണ്. ഹി ഡസൻ സ്റ്റാർട്ട് മാച്ചസ്, വരും, ഗോൾ അടിക്കും, അടുത്ത കളി വീണ്ടും ബെഞ്ചിലിരിക്കും, ഇടയ്ക്ക് വരും, ഗോൾ അടിക്കും. യുണൈറ്റഡിന് ഭയങ്കര എക്സൈറ്റിംഗ്, ഫാൻസിനൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് അവര് ഒരു അൺബീറ്റൻ റൺ ആക്ച്വലി കാരിക്ക് അടുത്ത മാനേജർ ആവുന്നുള്ളതാണ്. ഇയാളെ സാക്കി അല്ല ഇയാളെ പറഞ്ഞയച്ചിട്ട് പുതിയ ഒരാളെ വീണ്ടും വെക്കുന്നതിൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഡിസിഷൻ അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഓലാവോ, വെച്ചില്ലെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആവോ? അതെ, പണ്ടുണ്ടായിരുന്ന ബാഡ് എക്സ്പീരിയൻസസ് അതിൽ നിന്നാണ് എന്താണ് തീരുമാനിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും യുണൈറ്റഡിന്റെ പ്ലേയേഴ്സ്. കാരിക്കിന്റെ താഴെ സെറ്റിൽഡ് ആണ്. മേ ബി ആ ഒരു ബോണ്ട് മാറ്റി പിടിക്കുമെന്ന് അറിയില്ല. അതായത് കാരിക്കിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ ഒരു യങ് പ്ലേയേഴ്സ് ആണ്. ഇനി ഇവര് ആളുടെ താഴെ സെറ്റിൽഡ് ആണ്. ഒരു പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ട്. ഇത് മാറ്റിയിട്ട് പുതിയ ആളെ വന്ന് തിരിച്ചും റീഅഡ്ജസ്റ്റ് ചെയ്യുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരിക്കിനൊക്കെ വെക്കുന്നതിന് അർത്ഥമല്ല. ഇന്ററിം ഓക്കെ, റൈറ്റ് നൗ ഒരു എല്ലാവർക്കും വലിയൊരു പ്ലാൻ ഒന്നും ഇല്ല. ദേ ജസ്റ്റ് കം ആൻഡ് പ്ലേ ദിയർ ഗെയിം. കൗണ്ടർ ചെയ്തോ, ക്രോസ് ചെയ്തോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീൽ അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ബി എ United level manager next season. Probably a mid-table. United is a step too soon for Carrick. For United as a club, pointing Carrick is a huge risk. So they might need somebody a bit more world class manager അവർക്ക് കിട്ടിയാൽ കാരിക്കിനെ വെക്കുന്ന അർത്ഥമില്ല. പക്ഷെ വേൾഡ് ക്ലാസ് മാനേജർ ആരാണ്? സിമിയോണി ഈസ് അവൈലബിൾ, യോർ ഹാൻസി ഫ്ലിക്, നെഗ്ലിസ്മൻ, ആ ലെവലിലുള്ള ഒരു മാനേജർ അവര് ഓൾറെഡി സംസാരിച്ചിരിക്കണല്ലോ. കാരണം ഇയാൾ ഇന്റർം ആണല്ലോ. അതില്ലാതെ വീണ്ടും ഒരു പുതിയ ഒരാളെ ട്രൈ ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം ബെറ്റർ ലെവൽ കാരിക്. ഓബിൻ പറഞ്ഞ പോലെ ഈ യുണൈറ്റഡ് ലെവൽ മാനേജർ ആയിട്ട് അങ്ങനെ പറയാനുള്ളതൊന്നും ഇപ്പൊ ഇല്ല. അതായത് നമുക്ക് മുമ്പ് പറയാം, അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ക്ലബായിരുന്നു മുമ്പ്. കുറെ പ്ലേയേഴ്സിനെ മേടിക്കും, നല്ല സ്റ്റാർ പ്ലേയേഴ്സിനെ അവർ മേടിക്കുള്ളൂ. അപ്പോ ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോ ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കുറെ വേജ് കട്ടും, ആൾക്കാരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതും, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഫ്രീക്വന്റ് ആയിട്ട് മാനേജർ ചേഞ്ച് ചെയ്യുന്നതും അവർ ആലോചിക്കും എന്തായാലും. ഇതിനു മുമ്പ് ഓലെ സാക്ക് ചെയ്തതിനു ശേഷമാണല്ലോ കാരിക്ക് വന്നത്. അപ്പൊ നമ്മള് ട്വീറ്റ് ഇട്ടത് ഓല വീണു അടുത്തത് കരിക്ക്.